ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് ഞങ്ങളിപ്പോ. തിരുമല ക്ഷേത്രത്തിലേക്കാണ് ഇന്നൊരു യാത്ര. തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോ. തിരുമലയിലേക്ക് പോകാനുള്ള ബസ് ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. ഇവിടെയാണ് തിരുമല ബസ്സുകളുള്ളത്. നോൺ AC AC ബസ്സുകളാണ് ഇവിടുന്ന് കിട്ടുക. ബസ് കയറാൻ വേണ്ടി നമ്മൾ പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടുന്ന് തന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് സർവീസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഇവിടുന്ന് AC ബസ്സിനാണ് കയറിയത്. ഒരാൾക്ക് 110 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 6:30ക്കാണ് ഇവിടുന്ന് ബസ് എടുത്തത്. 14 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. 3.5 കിലോമീറ്റർ പോയാൽ ചെക്ക് പോസ്റ്റ് എത്തും, അലിപ്പിരി. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുമ്പോൾ 1 വേ ആണിത്. എതിർദിശയിൽ നിന്ന് വരുന്ന വണ്ടി മറ്റൊരു ഭാഗം വഴിയാണ് വരിക. ശക്തമായ വളവുകളാണ് എല്ലാ ഭാഗത്തും. ഏഴ് 30 കറക്റ്റ് 1 മണിക്കൂറാണ് യാത്ര. തിരുമല APSRTC ബസ് സ്റ്റാൻഡ്. തിരുപ്പതിയിൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബസ്സാണിത്. ഈ ഭാഗത്തേക്കെല്ലാം നമുക്കിതിൽ പോവാം, പൈസ കൊടുക്കണ്ട. എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ അതിൻ്റെ അകത്ത്. തിരുമല ക്ഷേത്രത്തിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ക്ഷേത്രവും ആ മലനിരകളും മുഴുവനും ഭക്തജനങ്ങൾ തന്നെയാണ്. കാരണം ആ ഭാഗം മുതൽ ഇതാ ഈ ഭാഗം വരെ നല്ല തിരക്കാണ്. പിന്നെ ഈ ഭാഗത്തായി വിളക്കുകളൊക്കെ കത്തിക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ നാളികേരം ഈ ഭാഗത്താണ് ഉടക്കുന്നത്. തിരുമലയിൽ 3 നേരം അന്നദാനം കിട്ടും. അന്നപ്രസാദ സെൻറ്റർ. അതിൻ്റെ ടൈമിംഗ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8:30 മുതൽ 10:30 വരെ. ലഞ്ച് 10:30 മുതൽ 4 മണി വരെ. ഡിന്നർ 5 മണി മുതൽ 10:30 വരെ. ഇതിൻ്റെ തിരക്കാണ്. ഏകദേശം ഇപ്പോൾ ഒരു 500-ന് മുകളിലുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ കാണുന്നത്. ക്യൂ അങ്ങ് അതിൻ്റെ അകത്തേക്കാണ് കയറി പോകേണ്ടത്. ഏറ്റവും ലാസ്റ്റ് ക്യൂ ആണ് ഈ കാണുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഇവിടെ വരെയായി. തിരുപ്പതിയിൽ നിന്ന് തിരുമല ഭാഗത്തേക്ക് കാൽനടയായി നടന്നു വരാനുള്ള വഴി ഇതാണ്. ഒരുപാട് പേര് തിരുപ്പതി ഭാഗത്തുനിന്ന് തിരുമല ഭാഗത്തേക്ക് നടന്നു വരുന്നത് കാണാം.